ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം രസ്ന. അപ്പോൾ ഇത് നോക്ക്, നമ്മളുടെ മഞ്ഞ പൂക്കളൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്. കാറ്റ്സ് ക്രീപ്പർ ശരിക്കും മഞ്ഞ വിരിച്ച പോലെയാണ് ഈ ഒരു ഇത് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണ്. നമ്മൾ പൂക്കളൊക്കെ എക്സ്പയർ ആവാനായിട്ടാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ നിറയെ ഈച്ചകളും വണ്ടുകൾ കൊണ്ടൊക്കെ നിറഞ്ഞ് നല്ല രസമാട്ടോ. മോർണിംഗിൽ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ശരിക്കും ഫീൽ ചെയ്ത് അനുഭവിക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളെ കയ്യിൽ കിട്ടുള്ളൂ. ഹൈബ്രിഡ് ബോഗൻവില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതുപോലെ ഒരുപാട് ആൾക്കാർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത്തവണ നമ്മളെ കയ്യിൽ കുറച്ചും കൂടി പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ഹൈബ്രിഡ് ബോഗൻവില്ലാസിൻ്റെ മലേഷ്യൻ വെറൈറ്റീസ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ വേണ്ടവരെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കും, അതുപോലെ വീഡിയോയിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് നമ്പർ എടുത്തിട്ട് തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ കോൾ ചെയ്യാതിരിക്കുക. വാട്സപ്പ് ചെയ്താൽ ഞാൻ അതിൻ്റെ കാറ്റലോഗ് അയച്ചിരുന്നതായിരിക്കും. മലേഷ്യൻ വെറൈറ്റി ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. എല്ലാവരും ഗാർഡനിൽ ഇപ്പോൾ ഒരു പ്ലാന്റെങ്കിലും മലേഷ്യൻ വെറൈറ്റി ഇല്ലാത്തതില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള കാരണം ഭംഗിയും അതിൻ്റെ കളറും ഒക്കെ കണ്ടിട്ടാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചാനൽ 50Kക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. ഇനി നമ്മൾ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 50K ആക്കണം. ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. വന്ന ഒരു പ്ലാന്റ് ആണ് കാറ്റ്സ് ക്രീപ്പറിൻ്റെ പ്ലാന്റ്. അപ്പം നമുക്ക് അതിൻ്റെ സെയിൽ ഇപ്പം ഇല്ല. കാരണം ഇതിൽ നിന്ന് ഒരുപാട് പ്ലാന്റ് ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. ഒരു നെറ്റിലാണ് നമ്മളിത് പടർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ഭാഗവും ഉണങ്ങിപ്പോവും. അതുകൊണ്ട് നമ്മളത് ഇത് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ കയ്യിൽ പ്ലാന്റ്സ് വേറെ ആണെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു സുന്ദരി. ഇത് ഒരുപാട് സെയിൽ നടന്നിരുന്നൊരു പ്ലാന്റാണ്. ഇപ്പോൾ നമ്മളെ കയ്യിൽ അവൈലബിൾ അല്ല, പക്ഷെ വരും. ഇതാണ് സൺറൈസ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഒരുപാട് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ക്രിസ്റ്റീന വരാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബാച്ചിൽ വരാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കാം. അതുപോലെ സൺറൈസ് വൈറ്റ് കണ്ടില്ലേ, അതുപോലെ തന്നെ ഒരു ലെവൻഡർ കളറാണ് ഇത് നമുക്ക് വരുന്നത്. അത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് ബ്രസാ പീച്ച് എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിൻ്റെ പൂക്കളൊക്കെ ഏകദേശം ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എല്ലാ പൂക്കളും ഓൾമോസ്റ്റ് ഫെയ്ഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ബാച്ച് വിരിയുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് കളർഫുൾ ആവുള്ളൂ. പിന്നെ നമ്മളെ ഗാർഡനിലുള്ള കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ.
ഇന്ത്യാന എന്ന് പറയുന്ന പ്ലാന്റ് ഇത് നമ്മളെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആണ്. ഫ്ലെയിം റെഡ്, ചില്ലി റെഡ്, റൂബി റെഡ്, ഈ 3 തരം കളറാണ് നമ്മുടെ റെഡിൽ പെട്ടിട്ടുള്ളത്. അപ്പം നല്ല ഭംഗിയാണ് ഈ 3 കളറും. 3ന് 3 ഭംഗിയാണ്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഏതാ കൂടുതൽ ഭംഗിയെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, 3 ഭംഗിയാണ് അതിന്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ ചില്ലി റെഡ് കുറച്ച് പീസും കൂടി ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഞാൻ കാറ്റലോഗ് അയച്ചു തരാം. മൾട്ടി കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ മൾട്ടി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയാറില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാന്റിൽ തന്നെ 5 കളർ 4 കളറൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന പ്ലാന്റിനാണ് നമ്മൾ മൾട്ടി കളേഴ്സ് എന്ന് പറയുന്നത്. അത് ഹൈബ്രിഡ് വെറൈറ്റിയിലും അതുപോലെ ചിലതിലും നമുക്ക് നാടൻ വെറൈറ്റി മിക്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 കളറുള്ളതുണ്ട്, 3 കളറുള്ളതുണ്ട്, അങ്ങനെ നമ്മൾ 2 കളർ വരെ ഉള്ളതുണ്ട് കേട്ടോ നമ്മളെ കയ്യിലിപ്പോൾ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ. വെറൈറ്റീസിൽ നമ്മളെ കയ്യിൽ ഒരു 5 കളർ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെ കയ്യിൽ അധികമൊന്നും പ്ലാന്റ്സ് ഇല്ല. പക്ഷേ ഇപ്പം ഉണ്ടായി നിൽക്കുന്ന പർപ്പിൾ കളർ നല്ല ഭംഗിയായിട്ട് കാണാൻ, തിങ്ങി നിറച്ച് പൂക്കളുണ്ടാവും. ടാങ്ലോങ് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പിംഗ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പൂക്കൾ എന്നാണ് ഇതിനെ പറയുക. കണ്ണ് തുറക്കാത്ത പോലെ എപ്പോഴും വിരിയില്ല, ഫുള്ളായിട്ട് വിരിയില്ല, അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ കയ്യിൽ ഇപ്പം അവൈലബിൾ അല്ല. ഞാനിതിൽ കാണിച്ചു തന്നുള്ള പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ. ഫ്ലെയിം റെഡ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി നല്ല ഭംഗിയാണ്. തീ കത്തി നിൽക്കുന്ന പോലുള്ള റെഡ് കളറാണ്. അതുപോലെ നമ്മളെ കയ്യിൽ ഫയർ ഓപ്പൽ ഓറഞ്ച് ഉണ്ട്. അതാണ് തൊട്ടടുത്ത് കാണുന്നത്. ഈ ഫയർ ഓപ്പൽ ഓറഞ്ചിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ.
സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നല്ല സുന്ദരി പ്ലാന്റ് ആണ്. ഒരു പിങ്ക്, ഡാർക്ക് പിങ്കിൽ യെല്ലോ കളർ മിക്സായി വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് നമ്മളെ കയ്യിൽ, വലിയ പ്ലാന്റ്, ഒരു മെച്ചോർഡ് പ്ലാന്റ് നമ്മളെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാ പ്ലാന്റ്സും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ലീഫ് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ്. യെല്ലോ ആൻഡ് ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന ഒരു ലീഫാണ് കേട്ടോ. ഫ്ലവേഴ്സ് മാത്രമല്ല, ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. മൊത്തത്തിൽ ഈ പൂവിന് ഒരു നല്ല ആനച്ചന്തം ഉണ്ട് കേട്ടോ, അത്ര ഭംഗിയാണ്. ഇനി നമ്മൾ അടുത്തത് കാണിക്കുന്നതാണ് മിസ് വേൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. മിസ് വേൾഡ് എന്ന് പേര് പോലെ തന്നെ ഇതിൻ്റെ ഭംഗി അപാരാട്ടോ. നല്ലൊരു പിങ്ക്, ഡാർക്ക് പിങ്ക് ആൻഡ് വൈറ്റ് ആൻഡ് ലൈറ്റ് പിങ്ക് മിക്സായി വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് റെഡ് റിപ്സാലിപ്സ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഇത് വാങ്ങുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ അത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. റസാ പീച്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രീനറി എന്ന് പറയുന്ന പോട്ട്. അത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. 33 ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു ട്രേ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, വിത്ത് ചെയിനാണ്. അപ്പോൾ ഇതുപോലെയുള്ള പോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പോട്ട്സ് ഉണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം. ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.